ഇന്ന് ഞാനൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കാരമൽ പുഡിങ്ങാണിത്. ഈ ഒരു പുഡിങ്ങിൻ്റെ പ്രത്യേകത, ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറേ വേണ്ടുള്ളൂ. അരമണിക്കൂർ നമ്മൾ ഈ ഒരു പുഡിങ് സ്റ്റീം ചെയ്തെടുക്കും. പിന്നെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ പുഡിങ് റെഡിയായി കിട്ടും. അതേപോലെ പാൽ ചേർക്കാതെയാണ് ഞാൻ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുഡിങ്ങാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു 5 മുട്ടയുടെയും വെള്ളം മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് മുട്ടയുടെ വെള്ളം വേർതിരിച്ചെടുക്കൽ ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഞാൻ ഈ ഒരു രീതിയിലാണ് മുട്ടയുടെ വെള്ളം വേർതിരിച്ചെടുക്കൽ. മുട്ടയിൽ ചെറിയൊരു ഹോളാക്കിയിട്ട് വെള്ളം മാറ്റിയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയുടെ വെള്ളയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ വെള്ളയും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടാണ് നമ്മൾ ഈ പുഡിങ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. എന്നിട്ട് ബാക്കി പഞ്ചസാര, മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അധികം ആൾക്കാർ ചോദിക്കാറുണ്ട് മുട്ടയിൽ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടയുടെ സ്മെല്ല് വരില്ലേ. നമ്മൾ മുട്ട അടിക്കുന്ന സമയത്ത് വാനില എസൻസ് ഒന്നിച്ചന്നെ ചേർത്ത് അടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മുട്ടയുടെ സ്മെല്ല് അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഒരു വാനില എസൻസ് ചേർക്കുന്നത് സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർക്കുന്നത് നെയ്യാണ്. അധികം ആൾക്കാരുടെ കയ്യിലും ബട്ടർ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ട അടിച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു കാരമൽ തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ പുഡിങ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതല്ല, ചുവട് കട്ടിയില്ലാത്തൊരു പാത്രത്തിലാണ് നിങ്ങൾ പുഡിങ് വേവിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ കാരമൽ തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് കാരമൽ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ പഞ്ചസാരനെ കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിൽ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാരമലിന് ഒരു കയ്പ്പ് വരും. അപ്പോൾ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ മുട്ട അടിച്ചെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ ഒരു കാരമൽ നന്നായി ഉറച്ച് വരും. പെട്ടെന്ന് തന്നെ ഈ ഒരു കാരമൽ ഉറച്ചിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ നന്നായി ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു മുട്ടയും കണ്ടൻസ്ഡ് മിൽക്കും നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കാരമലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു 30 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് ഒരു റിങ് താഴ്ത്തി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ച പുഡിങ് വെച്ചിട്ട് പുഡിങ് ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം ഈ ഒരു പാൻ അടച്ച് വെച്ച് 30 മിനിറ്റ് വരെ ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 30 മിനിറ്റ് പുഡിങ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം പുഡിങ് റെഡി ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ പുഡിങ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പുഡിങ് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഇളക്കി കൊടുക്കാം. അപ്പോൾ സൈഡെല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു പുഡിങ് അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കാം. കൂടുതൽ സമയം തണുപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഒരു അരമണിക്കൂർ തണുപ്പിച്ചെടുത്താൽ മതി. അതായത് ഈ ഒരു പുഡിങ് ഒന്ന് തണുത്ത് വരുന്നത് വരെ മാത്രം ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പുഡിങ് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര കാരമലൈസ് ചെയ്തതാണ്. അത് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി മുകളിൽ വെച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.